2018 സെപ്റ്റംബർ 25-നാണ് ബാലാഭാസ്കർ എന്ന മ്യൂസിഷ്യൻ്റെ അപകടം. പള്ളിപ്പുറത്ത് നമുക്ക് അറിയാം പള്ളിപ്പുറം എവിടാണെന്ന്. കഴക്കൂട്ടത്തിനടുത്ത്. കഴക്കൂട്ടം കഴിഞ്ഞ് കൊല്ലത്തിന് പോകുമ്പോൾ 2, 3, 4 കിലോമീറ്റർ കഴിയുമ്പോൾ പള്ളിപ്പുറമായി. അത് കഴിഞ്ഞാൽ CRP ക്യാമ്പായി. അതിനപ്പുറം മംഗലാപുരം. അപ്പോൾ ഇതാണ് ആ സ്ഥലത്ത് വെച്ചിട്ടാണ് സെപ്റ്റംബർ 25-ന് രാത്രി 3:30-ക്ക് ശേഷം ഈ അപകടം ഉണ്ടാകുന്നത്. ഏകദേശം 90-100 കിലോമീറ്ററിൽ സ്പീഡിൽ വന്ന ആ കാറ്, ബാലാഭാസ്കറിൻ്റെ കാറ്, 200 മീറ്ററുള്ള റോഡിൻ്റെ സൈഡിലുള്ള CRP ക്യാമ്പ് കഴിഞ്ഞാൽ ഉടൻ റോഡിൻ്റെ സൈഡിലുള്ള മണ്ണ് റോഡിൽ കൂടെ പോയി നേരെ പോയി മരത്തിലിടിച്ച് ആ സ്പോട്ടിൽ വെച്ച് തന്നെ അദ്ദേഹത്തിൻ്റെ ബേബി തേജസ്വി മരണപ്പെട്ടു. ബാലാഭാസ്കറിന് ഫെയ്റ്റലായി ഇഞ്ചുറി ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ ഭാര്യ ആ കുട്ടിക്കും ലക്ഷ്മിക്കും ഫെയ്റ്റൽ ഇഞ്ചുറി ഉണ്ടായി. അവിടെ ചില അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടായി ഇതുമായിട്ട് ബന്ധപ്പെട്ട്. ഈ അപകടത്തിന് തൊട്ട് മുമ്പും ഉണ്ടായി. അങ്ങനെയുള്ള കഥകളെല്ലാം എല്ലാവർക്കും അറിയാം. അത് കലാഭവൻ ശോഭിയാണ് അത് കണ്ടത്. ആ കണ്ട കാര്യങ്ങളും അപകടം തമ്മിൽ പൊരുത്തപ്പെടുന്നേ ഇല്ലായിരുന്നു അന്ന് അത് പറഞ്ഞപ്പം. പക്ഷെ അദ്ദേഹം കണ്ട കാര്യങ്ങൾ ഒരു സിനിമയിൽ കണ്ട പോലെ ഇന്നും അന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നു എന്നുള്ളതാണ്. ഒക്ടോബർ 2, 2018 കാരണം അപകടം നടന്ന ഏകദേശം 8-10 ദിവസത്തിനകം ബാലാഭാസ്കർ മരിച്ചു. അതിനുശേഷം ഹോസ്പിറ്റലിൽ നിരന്തരം ചികിത്സയിൽ കിടന്ന ലക്ഷ്മി സർവൈവ് ചെയ്തു. ലക്ഷ്മിയുടെ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞ ദിവസം മനോരമയിൽ വന്നു. ഈ അപകടം എങ്ങനെ ഉണ്ടായെന്നൊന്നും പറയാതെ ബാലാഭാസ്കറിനെ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ കുട്ടിയെ നഷ്ടപ്പെട്ട ലക്ഷ്മിക്ക് മറ്റൊന്നും പറയാനില്ല. എന്തുകൊണ്ടാണ് 110-120 കിലോമീറ്റർ സ്പീഡിൽ വാഹനം ഓടിയത്, അവ എന്തുകൊണ്ട് തടഞ്ഞില്ല, അങ്ങനെയുള്ള കാര്യത്തെപ്പറ്റി സ്പർശിച്ചേയില്ല. വളരെ വിദഗ്ധമായി മനോരമയിലെ ആ ചോദ്യകർത്താവ് ചോദ്യങ്ങൾ ചോദിച്ച് കോൺട്രവേഴ്സ്യലായ ചോദ്യങ്ങൾ ഒഴിവാക്കി കൃത്യമായി അവരുടെ ഒരു റെസ്പോൺസ്. അത് ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഒരു ഡിഫെൻസീവ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് മാത്രമേ അതിനെ കാണാൻ കഴിയുള്ളൂ. അതിൻ്റെ കാരണം ചെർപ്പുളശ്ശേരിയിലെ അവിടെ സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട്, സ്വർണം പൊട്ടിക്കലുമായിട്ട് ബന്ധപ്പെട്ട് 350 പവൻ ഒരു സ്വർണ്ണക്കടക്കാരനെ തട്ടിക്കൊണ്ടുപോയ 9 പേരിൽ 4 പേരെ പോലീസും നാട്ടുകാരും പിടിച്ചു. 5 പേരെ ചെർപ്പുളശ്ശേരിയിൽ വരെ അവരുടെ കാറിൽ പോയി ആ കാർ അവിടെ ഉപേക്ഷിച്ചു. അവിടുന്ന് ബാലാഭാസ്കറിന്റെ ഡ്രൈവർ അർജുൻ എന്ന അപ്പു എന്ന് വിളിക്കുന്ന അർജുനന്റെ കാറ് കയറ്റി അയാളാണ് രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നത്. സ്വർണം പൊട്ടിക്കുന്ന ആൾക്കാരെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്ന കാഴ്ച ആരാണ് അത് ചെയ്തത്? അന്നേ കുഴപ്പക്കാരനായ അർജുനൻ. അന്നേ കുഴപ്പക്കാരെന്ന് പറയാൻ കാരണം ബാലാഭാസ്കറിൻ്റെ കൂടെ അധികം നാൾ ഡ്രൈവറായിട്ട് ജോലി ചെയ്തില്ലെങ്കിലും ബാലാഭാസ്കറിൻ്റെ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുമ്പം അയാൾക്ക് 2 ATM കവർച്ച കേസിൽ പ്രതിയും മറ്റൊരു മോഷണ കേസിൽ പ്രതിയാണ്. ഇത് ബാലാഭാസ്കർക്ക് അറിയാവുന്നുള്ള കഥകളൊക്കെ വരുന്നതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ബാലാഭാസ്കറെ അറിയാവുന്നവർക്കറിയാം ഇങ്ങനെയുള്ള ഷേഡി ക്യാരക്ടറെ ആരെയും അയാൾ അടുപ്പിക്കത്തില്ല. ഈ ഒരു സംഭവത്തിന് തൊട്ട് മുമ്പ് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായ പോഗ്ര എക്സിക്യൂട്ടീവായ പ്രകാശൻ തമ്പി, അദ്ദേഹത്തിൻ്റെ ആ 2 ആത്മമിത്രങ്ങളെന്ന് നമ്മൾ പറയുന്ന ആളുകൾ, അവർ സ്റ്റേജ് ഷോയിലിടയ്ക്ക് അവരാണ് ആങ്കറായിട്ട് അവിടെ വന്നുകൊണ്ടിരുന്നത്. അവരെ 2 പേരെയും ആ സ്ഥാനത്ത് നിന്ന് മാറ്റണം, ആങ്കർ പണിയൊക്കെ ഇനി ഞാൻ ചെയ്തോളാം എന്ന് ഈ മരണത്തിന് 2 മാസം മുമ്പ് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആർട്ടിസ്റ്റുകളെടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്തോ ഒരു തകരാറ് ഈ 2 പേരെ പറ്റി അദ്ദേഹത്തിന് തോന്നി. ഈ ബാലാഭാസ്കറിന്റെ മരണത്തിന് ശേഷം അവരെ 2 പേരെയും സ്വർണ്ണക്കടത്ത് കേസിനകത്ത് അറസ്റ്റ് ചെയ്തു. ഏകദേശം 50 കിലോ സ്വർണം അവർ 2 പേരും കടത്തിയെന്നാണ് അന്ന് വന്ന വാർത്തകൾ. ആ 2 പേരും സ്വർണം ഫ്ലൈറ്റിൽ നിന്ന് അല്ലെങ്കിൽ വിദേശത്തു നിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന കടത്തിൽ ഉൾപ്പെട്ടിരുന്ന വ്യക്തികളായിരുന്നു എന്ന് ബാലാഭാസ്കറിന്റെ മരണത്തിന് 2 മാസം മുമ്പ് 2 പ്രാവശ്യം ഈ സ്വർണം കൊണ്ടുവന്നതിന് തെളിവുകളുണ്ട്. അതെല്ലാം കൂട്ടി വായിച്ചിട്ട് ഇത്രയും വലിയ സ്പീഡിൽ ഒരു വാഹനം പോകുന്നത് എപ്പോഴും ആ വാഹനത്തെ ആരോ പിന്തുടരുന്നു, അല്ലെങ്കിൽ ആ വാഹനത്തിന് ആരോ ചേസ് ചെയ്യുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ആ വാഹനം 110-120 കിലോമീറ്റർ സ്പീഡിൽ ഓടിക്കുകയും അതിൻ്റെ പിന്നിൽ ഈ വാഹനത്തിന് എസ്കോട്ട് ഉണ്ടായിരിക്കും. ബാലാഭാസ്കർ അറിഞ്ഞോ അറിയാതെയോ ഇതിൻ്റെ പുറയിൽ ഒരു എസ്കോട്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ ബാലാഭാസ്കറിൻ്റെ വാഹനത്തിൽ എവിടെയോ സ്വർണം ഉണ്ട് എന്ന് തന്നെ അന്നേ അത് ആ ചേസ് കണ്ടപ്പോഴേ അന്ന്
തുടക്കത്തിലേ തന്നെ ഇത് പറഞ്ഞെങ്കിലും ആരും വിശ്വസിച്ചില്ല. പാവം പിടിച്ച അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് യാഥാർത്ഥ്യമായ കാര്യങ്ങൾ പറഞ്ഞ കലാഭവൻ ശോഭിയെ വളരെയധികം പീഡിപ്പിച്ചു എല്ലാവരും കൂടെ. അതിനകത്ത് ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും CBI ഒക്കെ പീഡിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞ സത്യം അത് സത്യമാണെന്ന് ഇപ്പം ചെർപ്പുളശ്ശേരിയിലെ ആ അറസ്റ്റോടുകൂടി നമുക്ക് മനസ്സിലായി. ആ മനുഷ്യനെ അതുപോലെ പീഡിപ്പിച്ചു. ആ മനുഷ്യന് വിദേശത്തേക്ക് കൊണ്ടുപോയ പല ആൾക്കാർക്കും പൈസ കൊടുക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ളൊരു ഒഫൻസിനകത്ത് 10-17 കേസിനകത്ത് അയാളെ കുരുക്കി അയാളെ റിമാൻഡ് ചെയ്തു. അതാണ് CBIയും അതാണ് ക്രൈംബ്രാഞ്ചും ചെയ്തത്, അല്ലെങ്കിൽ ലോക്കൽ പോലീസും ചെയ്തത്. അപ്പം ഇപ്പം കഥയാകെ മാറി. എന്ത് പറയാനുണ്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക്? ഇപ്പോഴേ ആ ആള് എന്ന് പറഞ്ഞാൽ അർജുൻ അന്നേ സ്വർണ്ണക്കടത്ത് കേസുമായിട്ട് ബന്ധമുണ്ടെന്നും ബാലാഭാസ്കർ നിൽക്കുമ്പം തന്നെ അതിന് 2 പ്രാവശ്യം ആ മരണത്തിന് 2-3 പ്രാവശ്യം മുമ്പ് 2 സ്വർണ്ണക്കടത്ത് നടത്തിയിട്ടുണ്ട് പ്രകാശൻ തമ്പി സുഹൃത്തും. അങ്ങനെ നടത്തിയിട്ടുണ്ടെങ്കിൽ അന്ന് ഈ ഡ്രൈവറും അവരുടെ ഭാഗം തന്നെയാണ് ആ കടത്തിന് കൂട്ടുന്നത്. ധാരാളം കാര്യങ്ങൾ ഇനി അന്വേഷിക്കാനുണ്ട്. ഇതിന്റെ യഥാർത്ഥ സത്യങ്ങളിലേക്ക് CBI വരും എന്ന് ഞാൻ കരുതുന്നു. ഇനി അങ്ങനെ വരുന്നില്ലെങ്കിൽ തന്നെ ഈ കേസ് തിരിച്ച് ഹൈക്കോടതിയിൽ പോയിട്ട് CBIന് കേസ് മാറ്റി ഇവിടുത്തെ ക്രൈംബ്രാഞ്ചിന് കൊടുക്കുന്നതാണ് എനിക്ക് ഉത്തമം. കാരണം CBIക്ക് ഇതുപോലുള്ള കേസുകൾ പ്രൂവ് ചെയ്യാൻ കഴിയില്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ആ സത്യം പറഞ്ഞ ആള്, അന്ന് അവിശ്വസിച്ച ആള് അന്ന് പറഞ്ഞ സത്യം 3-4-5 വർഷം കഴിഞ്ഞപ്പം ആ സത്യം തന്നെയായിരുന്നെന്ന് ഇപ്പം തെളിവായി. അത് കള്ളമാണ്, അതിൽ മാനസിക രോഗിയാണ്, നുണപരിശോധനയ്ക്ക് പല പ്രാവശ്യം കൊണ്ടുപോയി, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ചടങ്ങുകൾ നമ്മൾ കണ്ടു. നുണപരിശോധനയൊന്നും ഇന്ത്യയിലും ലോകത്തിൻ്റെ പല രാജ്യത്തും ശാസ്ത്രീയമായി അംഗീകരിക്കുന്ന ഒരു സാധനമല്ല. പിന്നെ എന്തിനാണ് ക്രൈംബ്രാഞ്ച് നുണപരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. തുടക്കം മുതലേ വർഷങ്ങൾക്ക് മുമ്പ് അതിനോട് ഞാൻ എതിർപ്പ്. അൺസയന്റിഫിക് ആയ ഒരു സംഗതിയാണ് അത്. ഇന്ത്യയിൽ ഒരു കോടതിയിലും അതൊരു എവിഡൻസ് ആയിട്ട് സ്വീകരിക്കത്തില്ല. ഈ മനുഷ്യൻ കള്ളം പറഞ്ഞു എന്ന് ആ ശാസ്ത്രീയമായി തെളിയിച്ചുകൊണ്ട് അതിനകത്ത് ഒരു പ്രയോജനം ഒരു കേസിന് ലഭിക്കാൻ പോകുന്നില്ല. കോടതി അതൊരു എവിഡൻസ് ആണ്. ഇയാൾ കൊന്നില്ല എന്ന് കള്ളം പറയുന്നതാണെന്ന് നുണപരിശോധനയെ കണ്ടെന്ന് പറയാം. ഇന്ത്യയിലെ ഒരു കോടതിയിലും ലോകത്തെ ഒരുവിധപ്പെട്ട രാജ്യങ്ങളിൽ ഒരു കോടതിയിലും അത് അംഗീകരിക്കുന്നില്ല. അത് മനസ്സിലാക്കണം. ഇവിടെ ഇപ്പോഴും ബാലാഭാസ്കറുടെ കേസിനകത്ത് വന്നിരിക്കുന്ന പുതിയ വഴിത്തെളിവില് അത് ഉപയോഗിക്കണം CBI. അവരുപയോഗിക്കുന്നില്ലെങ്കിൽ ബാലാഭാസ്കറുടെ വീട്ടുകാർ CBI വീണ്ടും ഈ കേസ് മാറ്റി സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിന് കൊടുക്കുന്നതാണ് നല്ലത്. കാരണം ഇവിടെ ലോക്കൽ പോലീസിലെ രാഷ്ട്രീയക്കാർ പറയുന്ന പോലെ കാര്യങ്ങൾ ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരാണ് ഭൂരിപക്ഷം എങ്കിലും ക്രൈംബ്രാഞ്ചിൽ വെറ്ററന്മാരായ DYSPമാരും SP മാരും എക്സ്പീരിയൻസ്ഡ് ആയ ധാരാളം ആൾക്കാരുണ്ട്. ഒരു ജില്ലയിലുള്ളൊരു മോശമാണെങ്കിൽ നമുക്ക് ക്രൈംബ്രാഞ്ച് ആയതുകൊണ്ട് ക്രൈംബ്രാഞ്ച് DGPയുടെ അടുത്ത് പറഞ്ഞാൽ ആ ജില്ലയെ മാറി മറ്റ് ജില്ലയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ DYSPക്കോ SP-ക്കോ അന്വേഷണം കൊടുക്കാം. വളരെ വെറൈറ്റി ആയിട്ടുള്ള ആൾക്കാരെ 14 ജില്ലയിൽ നമുക്ക് ലഭിക്കൂ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് വീണ്ടും ക്രൈംബ്രാഞ്ചിലേക്ക് പോകണം. CBI കേസിനകത്ത് പ്രൂവ് ചെയ്യുന്നില്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിലെ കേസ് കൊടുത്ത് അവിടെ വെറ്ററന്മാർ DYSPമാരുണ്ട്, അവരെ എപ്പോഴും നമുക്ക് പോയി കാണാം. ബാലാഭാസ്കർ ബന്ധുക്കൾക്കും വീട്ടുകാർക്കൊക്കെ പോകണം. സത്യം വെളിയിലോട്ട് വരണം. ശോഭി പറഞ്ഞതിന് ഒരു തെറ്റുമില്ല. അത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന എവിഡൻസ് ആ ശോഭിയുടെ കയ്യിൽ തന്നെയുണ്ട്. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ബാലാഭാസ്കറിന്റെ കാറിന്റെ പുറകില് ബാലാഭാസ്കർ അറിയാതെ പ്രകാശൻ തമ്പിയും അദ്ദേഹത്തിന്റെ ശിങ്കിടികൾ ഒരു എസ്കോർട്ട് ഇട്ടിരുന്നു എന്ന് ഞാൻ അന്ന് പറയുന്നുണ്ട്. അതുകൂടാതെ 2 വാഹനങ്ങളുടെ ഇത് ചേസ് ചെയ്ത് വന്നിരുന്നു. അത് KSRTCയിലെ ഒരു ഡ്രൈവർ കണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ KSRTC തന്നെയുള്ള ഒരു ഡ്രൈവറെ പ്രകാശൻ തമ്പിയുടെ കൂടെ അവരുടെ സ്വർണം കടത്തിയതിന് നേരത്തെ പൂജപ്പുരയെ പിടിച്ചിട്ടുമുണ്ട്. അപ്പം ആ KSRTCയിൽ ഡ്രൈവർ ഈ സംഭവം കണ്ടെന്ന് പറഞ്ഞ ആൾ ഇന്ത്യ വിട്ട് വിദേശത്ത് ഇവരെ തന്നെ കള്ളക്കടത്തുകാരുടെ നോമിനിയായിട്ട് പോയിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അത് ശരിയാണോ എന്ന് അറിയത്തില്ല. അദ്ദേഹം സ്വന്തമായിട്ടാണോ പോയെന്നും അറിയത്തില്ല. ഇവരാണ് കൊണ്ടുപോയെന്ന് പ്രത്യേകം ആൾക്കാർ പറയുന്നുണ്ട്. എന്തായാലും ഈ ഒരു സംഭവം അത് ചെർപ്പുളശ്ശേരിയിലെ പ്രശ്നത്തോടു കൂടി ഇതൊരു കള്ളക്കടത്ത് നടത്തി, അത് ബാലാഭാസ്കറിന് അറിവുണ്ടായില്ല. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ആ വാഹനാപകടത്തിൽ ഉണ്ടായ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് ഏറ്റ ഇഞ്ചുറീസിലെ 7-8 ഇഞ്ചുറി അപകടത്തിലെ അല്ലെങ്കിൽ ഒരു ട്രാഫിക് ആക്സിഡന്റ് ഉണ്ടാകുന്ന ഇഞ്ചുറി അല്ല എന്ന് ഡോക്ടർമാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ആ ഇഞ്ചുറി എങ്ങനെ ഉണ്ടായി? അത് ബാലാഭാസ്കർ അപകടത്തിന് ശേഷം അദ്ദേഹത്തിനെ കാറിൽ നിന്ന് എടുത്ത് റോട്ടിൽ കിടത്തിയിരിക്കുന്ന കണ്ട് കുറേ നേരം റോട്ടിൽ കിടന്നിരുന്നു എന്നും പറയുന്നുണ്ട്. പിന്നെ ആ സ്പോട്ടിൽ എങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രകാശൻ തമ്പിയും അതുപോലെ അദ്ദേഹത്തിൻ്റെ മറ്റേ ആളും എങ്ങനെ അവിടെ സ്പോട്ടിൽ വന്നു എന്നുള്ള കാര്യം അന്വേഷിക്കണം. അത് തന്നെയല്ല,
ആ അപകടം ഉണ്ടായ സ്ഥലത്ത് നിന്ന് ഒരു ബുള്ളറ്റിൽ ഒരു തടിയൻ മുന്നോട്ട് കാലുകൊണ്ട് തള്ളി പോകുന്നതും അയാളിൽ നിന്നൊരു പൊതി വാങ്ങിച്ചൊരു ചെറുപ്പക്കാരൻ 10-18 വയസ്സുള്ള ഒരു പയ്യൻ ഓപ്പോസിറ്റ് സൈഡിലോട്ട് പോയെന്നുള്ള പറയുന്നുണ്ട്. എന്തുകൊണ്ട് ക്രൈംബ്രാഞ്ചും CBIയും ഇതുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇത് ചേസ് ചെയ്തു പോയ ഈ തടിയനായിട്ടുള്ള ചേസ് ചെയ്ത് പോയ ഇവരെയെല്ലാം ഈ ഐഡന്റിഫൈ ചെയ്തില്ല, അല്ലെങ്കിൽ ഇവരെ കാണിച്ചില്ല? ഇതാണോ നിങ്ങൾ കണ്ട അന്നത്തെ ആ തടിയൻ എന്ന് ചോദിക്കാൻ ഒരു 10, 15, 20 പേരുണ്ട്. ഈ ചേസ് ചെയ്ത് വന്ന അവർ ഏകദേശം 29ഓളം പേരെ കൊടകരയിലെ അവർ താമസിച്ച ഒരു വീട്ടിൽ നിന്ന് പാലക്കാട്ടെ 2 സർക്കിൾ ഇൻസ്പെക്ടർമാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ കയ്യിലിരുന്ന കുറേ വാഹനങ്ങൾ അവിടെ പിടിച്ചിട്ടിട്ടുണ്ട്. ആ വാഹനം ഇപ്പം അവർക്ക് തന്നെ കൊടുത്തോന്നറിയില്ല. ആ വാഹനങ്ങൾ ഷോബി ജോർജിനെ കാണിച്ചാൽ അദ്ദേഹം ഇവിടെ കണ്ട വാഹനമാണോ എന്ന് ഐഡന്റിഫൈ ചെയ്യും എന്നാണ് ഞാൻ കരുതുന്നത്. ധാരാളം കാര്യങ്ങൾ ഇതിനകത്ത് അന്വേഷിച്ചെങ്കിൽ മാത്രമേ അതിനുള്ള ശക്തിയും ബുദ്ധിയും അതിനുള്ള വിവേകവും അതിനുള്ള എക്സ്പീരിയൻസ് ഉള്ള പോലീസ് ഓഫീസർക്ക് മാത്രമേ ഇത് അന്വേഷിച്ച് കണ്ടെത്താൻ കഴിയുള്ളൂ. അല്ലാത്തവർ അന്വേഷിക്കുന്നതൊന്നും കണ്ടെത്താൻ കഴിയില്ല. അതുകൊണ്ട് CBI ഈ കേസിനകത്ത് 2-3 മാസം കൂടെ കൊടുത്ത് അവർ പ്രൂവ് ചെയ്യുന്നില്ലെങ്കിൽ തിരിച്ച് ഹൈക്കോടതി പറഞ്ഞ് ഈ കേസ് തിരിച്ച് ക്രൈംബ്രാഞ്ച്, സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച്, ലോക്കൽ പോലീസിനല്ല സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത് തീർച്ചയായിട്ടും ബാലാഭാസ്കറുടെ കേസിന് തെളിവുണ്ടാവും, നമുക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാകും. ബാലാഭാസ്കറിനോട് നമുക്ക് നീതി കാണിക്കാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ പിതാവിനടുത്ത് നമുക്ക് നീതി കാണിക്കാൻ പറ്റും. അവർക്ക് നഷ്ടപ്പെട്ട മകനെ തിരിച്ചു കിട്ടിയില്ലെങ്കിലും അവർ നീതി നടപ്പാക്കി എന്ന് അവർക്ക് ഒരു അഭിപ്രായം ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നു.